സോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെയ്യാനായിട്ട് നമ്മൾ GTA 5 വെബ് സീരീസ് എപ്പിസോഡും കാലൊക്കെ തന്നെയായിട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെയ്യാനുള്ള GTA 5 ഒരു മോഡ്സ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സിമിയോ നമ്മളെ വിളിച്ചിട്ടുണ്ടായി. ഇപ്പോൾ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇന്ത്യൻ കാർ സിമിയോൻ കൊണ്ടുവന്നതാണോ. ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ കൊണ്ടുവന്നാണ് പോലീസുകാരും കാലൊക്കെ വെട്ടിച്ച്. പക്ഷെ അവസാനം ആ ഒരു പോലീസുകാരും കാലൊക്കെ, അതായത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി എന്നിട്ട് അവർ പിടിച്ചു വെച്ചു. ഏതാ വണ്ടിയൊന്നും പറഞ്ഞില്ല. ഒരു ഇന്ത്യൻ കാറാണ്, ഈ ഇടയായിട്ട് ഇറങ്ങിയ ഒരു പുതിയ അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള മഹീന്ദ്രയുടെ ഒരു ഇന്ത്യൻ കാറൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി ഏതാണെന്ന് നമ്മളോട് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് പോയി എടുത്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. പോലീസുകാർ പിടിച്ചു വെച്ചേക്കാണ്, അത് MVD-കാരായിരിക്കും, അവർ പിടിച്ചു വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു പണിയായിട്ടുണ്ട്. എന്തായാലും ആ വണ്ടി ഒന്ന് എടുത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. എന്തായാലും മിക്കവാറും പോലീസുകാർ കുറച്ച് സീനാക്കാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയത്തില്ല. എന്തായാലും സിമിയെ നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട്. ആദ്യം സിമിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേഷനിലാണ് പിടിച്ചിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മളിത് നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ സിമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഗൈസ് പോകണം. ഓക്കെ, എന്നാലും വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വന്നാൽ എന്താ ലൈക്ക് ടാർഗറ്റ് കാലൊക്കെ ഒരു 100 ലൈക്സാണ്. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ കുറേ വീഡിയോസും കാലൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കൂടുതൽ എപ്പിസോഡ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കട്ടെ. ഇന്നത്തെ ഒരു കമൻറ്റ് ടാർഗറ്റ് 10 കമൻറ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരാൾ തന്നെ ഇടാണ്ട് എല്ലാവരും തന്നെ ഇടാം, സ്പാം അടിക്കരുത് കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും ഒരു 10 കമൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം 0.91 മൈൽസോളം ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തന്നെ സ്ഥലത്തെത്തും. ഓക്കെ, ഇവിടെ നമുക്കതെല്ലാം ടേൺ എടുക്കണം. ഇപ്പോൾ പോയി 3 മൈൽസായി. എന്തായാലും എത്രത്തോളം സീനാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പോലീസുകാർ എന്തായാലും പിടിച്ചിട്ടേക്കാണെന്നാണ് പറഞ്ഞ ആ ഒരു വണ്ടി ഇല്ലീഗലായിട്ട് കൊണ്ടുവന്ന ഒരു കിഡിലൻ ഇന്ത്യൻ കാറാണെന്നാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. എന്തായാലും ഒരു വണ്ടി നമുക്കെന്തായാലും തിരിച്ചെടുത്ത് കൊടുക്കണം, അതിനാണോ നൈസായിട്ട് പോണേ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അത് തിരിച്ച് ഏകദേശം നമ്മുടെ സിമിയോൻ്റെ അവിടെയായിട്ട് എത്താറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനും കാലൊക്കെ തന്നെ, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിമിയോൻ്റെ സ്ഥലം കാലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സിമിയോൻ്റെ ഗരാജിലേക്ക് പോകാം. ഓ എൻ്റെ മോനപ്പോൾ പോയിടിച്ചാൽ എന്തായാലും ഇവിടെ ഇല്ല. അപ്പോൾ മിക്കവാറും ഫ്രണ്ടിലായിരിക്കാനാണ് ചാൻസ്. എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഇത് സിമിയൻ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ സിമിയൻ അവിടെ ഫോണും പിടിച്ച് എന്തൊക്കെയോ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കാം ഗൈസ്. ഇപ്പോൾ എന്തായാലും സിമിയൻ പറയുന്നത് എന്തായാലും വണ്ടി കയറുന്നല്ല, നമ്മുടെ മഹീന്ദ്രയുടെ താർ റോക്സ് ആണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വണ്ടി കാലൊക്കെ തന്നെയാണ്. ആ വണ്ടി സിമിയൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ ഒരു വണ്ടി കാലൊക്കെ കൊണ്ടുവന്നത്. വന്നിട്ടാണ് ഈ പോലീസുകാർ ഇത്രയ്ക്ക് സീൻ കാലൊക്കെ ആക്കണേന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വണ്ടി തിരിച്ചെടുത്ത് കൊടുക്കണം. അതിനാണ് നമ്മളിത് നൈസായിട്ട് പോകണം. നമ്മളത് നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്, നേരെ സ്റ്റേഷനിൽ പോകും. അതായത് ഇവിടെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനാണ്. അത്യാവശ്യം നല്ലൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ, പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്തായാലും അവരവിടെ ഏതോ ഒരു ഗരാജിലാണ് പിടിച്ചിട്ടേക്കണം. അപ്പോൾ ആ ഗരാജിലേക്ക് നൈസായിട്ടൊന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സീൻ വരത്തില്ല. അല്ല, വണ്ടി അത്യാവശ്യം നല്ല ഫാസ്റ്റ് വണ്ടിയാണ് ഫ്രാങ്ക്ലി, അതൊന്നും പേടിക്കണ്ട. അത് നമുക്ക് എന്തായാലും പോലീസുകാരുടെ അടുത്തൊന്നും വെട്ടിക്കാനൊക്കെ എളുപ്പമാണ്. എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ അങ്ങോട്ടെങ്കിലും പാർക്ക് ചെയ്യും, കാരണം നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ചു വന്ന് എടുക്കണമല്ലോ. ഈ വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി എന്തായാലും നമ്മുടെ വണ്ടി സേഫ് ആക്കിയിട്ടുണ്ട്. പോലീസുകാരും തന്നെ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ഗരാജിലാണ് വണ്ടി ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല, പോയാൽ മാത്രമാണ് അറിയത്തുള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് നല്ല ആ കാണുന്ന 2 ഷെഡ് ഉണ്ട്, പിന്നെ ഇവിടെ 2 റൗണ്ട്, ഇവിടെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമോ. ഇത് തുറക്കണമില്ല, ഇതൊക്കെ പൂട്ടിയിട്ടാകണ്ട. അപ്പോൾ എനിക്ക് തോന്നണോ അതും ഇതും പൂട്ടിയിട്ടാണ്ടാവുള്ളൂ. ഇത് രണ്ടായിരിക്കും മിക്കവാറും തുറക്കണ ഒരു സംഭവം. കേസ് അപ്പോൾ ഫൈനലി ഇതെന്താ തുറക്കാത്തത്, ഇതെന്താണ് അടിച്ചു പോയി സാധനം. ആ ഓക്കെ, അപ്പോൾ അത് ഈ സാധനം തുറന്നുണ്ട്. എൻ്റെ മോനെ ഇതിൻ്റെ അകത്ത് വണ്ടിയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതും തുറന്നിട്ടുണ്ട്. ഓ എൻ്റെ മോനതേ കിടക്കണ്. കഴിച്ചപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട്, നൈസായിട്ട് എടുക്കാം.
ഇപ്പോൾ കൈസ് അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കി ഒച്ച കേട്ടപ്പോൾ തന്നെ പോലീസുകാർ നമുക്കിത് വാണ്ടർ ലെവൽ വന്നിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ചു. എന്താ മോനെ പണി പാടി. അത് നമ്മുടെ താറെടുത്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള വണ്ടി അതൊക്കെയാണ് പറഞ്ഞത്. സിനിമ പറഞ്ഞ ഇങ്ങനെ എൻ്റെ മോനെ പണി ചെറിയ സീനുള്ള. നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. എൻ്റെ പൊന്നി ടാസ്ക്കാണ്. എന്തായാലും നമ്മുടെ ഇതൊക്കെ ഏതാ പോലീസുകാർ വേറെ വണ്ടിയിലൊക്കെ വന്നു തുടങ്ങിയ ഒരു അന്യായ ടാസ്ക്കാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണോട്ടെ. ഇതൊക്കെ നമ്മൾ വണ്ടി നയിച്ചിട്ട് പുകയാനൊക്കെ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും അത്യാവശ്യം സ്പീഡുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഓഫ് റോഡിന് പറ്റിയ വണ്ടി കേട്ടോ താറ്. എൻ്റെ മോനെ പുതിയ മോഡൽ താർ റോക്സാണിത്. സാധനം സീൻ വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ റോഡ് ബ്ലോക്കും കാര്യമൊക്കെ തന്നെ ഉണ്ട്. നമുക്കതെല്ലാം നൈസായിട്ട് ഇത് ടാസ്ക് ഇവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാതെ നല്ലത്. പണി പാളി. പക്ഷേ വണ്ടിയിൽ അത്യാവശ്യം ചെറിയ ഡാമേജസും കാലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പോലീസുകാർ ഇടിക്കണുണ്ട്. കണ്ടോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ചളക്കേണ്ട. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടി റെഡിയാക്കാവുന്ന കേസുള്ളൂ. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. അതായത് പോലീസുകാരുടെ അടുത്ത് നിന്ന് എന്തായാലും രക്ഷപ്പെടുത്തി എടുക്കണം. ഫ്രണ്ടൊക്കെ ഏതാ ലുക്ക് ഒന്നും പറയില്ല. നമ്മളെ കത്തിച്ച് തന്നെ വിടുന്നുണ്ട്. ആ ടണലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എസ്കേപ്പ് ആവാൻ പറ്റും. ഓക്കെ കഴിച്ച് വന്നാൽ എന്ത് അടുത്ത പോലീസുകാരെന്താ വരുന്നുണ്ട്. അവൻ മൊണ്ണ അവനൊന്നും മനസ്സിലായില്ലട്ടാ. അങ്ങോട്ട് പോയി. അതേ അവിടെ നിൽപ്പുണ്ട്. ഇത് നമുക്ക് നേരെ ടണലിൻ്റെ അകത്ത് കയറി എന്തായാലും സിമ്പിളായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. ഈ പോലീസുകാരാണ് ടാസ്ക്. ഓക്കെ എൻ്റെ പൊന്നെ കഴിച്ചപ്പോൾ നമ്മളത് വണ്ടി എടുത്തിട്ടുണ്ട്. ഈ വണ്ടി കുറച്ച് ഹാൻഡ്ലിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വണ്ടി അവിടെ ഇടിച്ചുകൊണ്ട് എന്തൊക്കെയോ സാധനമൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ പറ്റിപ്പോയതായിരിക്കാനാണ് ചാൻസ്. എൻ്റെ മോനെ ഇതിൽ വണ്ടി അവളങ്ങനെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. മിക്കവാറും പോലീസുകാർ പോകണവർ നമുക്ക് അതെല്ലാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കഴിച്ചപ്പോൾ എന്തായാലും ഇൻറ്റീരിയറും കാര്യമൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ താറിൻ്റെ അത്തേ ഇൻറ്റീരിയർ റോക്സിൻ്റെ അത്തേ സെയിം ഇൻറ്റീരിയറാണ്. കണ്ടോ 4 സീറ്ററാണ് വണ്ടി. എന്തായാലും ബാക്കിൽ 2 ഡോറും കാലം കൊടുത്തിട്ടുണ്ട്. 3 ഡോർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സീനില്ല. നമുക്കതിനെ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ കൈസൊക്കെ. എന്തായാലും ആ പോലീസുകാർ ഓക്കെ കൈസോ മതി. പോലീസുകാരനെ ഈസിയായിട്ട് പോയിട്ടുണ്ട്. നമുക്കതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ ഈ വണ്ടി ഒന്ന് റിപ്പയർ കൊടുക്കണം. കാരണം ആ കാർ ഭയങ്കര ഷോക്കായിട്ടുണ്ട്. ഓടിക്കാനായിട്ട് ഇത് ഈ സൈഡ് ഇടിച്ചുകൊണ്ടാണെന്നുകൊണ്ട്. ഓക്കെ അപ്പോൾ നമുക്കെന്നാലും റിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഷോപ്പ്. ഓക്കെ ഇതാണ് റിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഷോപ്പ്. നമ്മളങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ചാടി കയറാൻ പറ്റുമോ? ഓഫ് റോഡ് ഉണ്ടല്ലേ, ചാടി കയറേണ്ടതാണ്. ജസ്റ്റ് നോക്കി നോക്കാം. എൻ്റെ മോനെ സാധനം പുട്ടുപോലെ ചാടി കയറുന്നുണ്ടാ. പേടിക്കയില്ല. വണ്ടി 4x4 ആണെന്നുണ്ട്. അല്ല ഇപ്പോൾ ഒരു സൈഡ് മാത്രം ആക്ടിവേറ്റ് ചെയ്തുള്ളൂ. 4x4 ആക്ടിവേറ്റ് ചെയ്താൽ സെറ്റ്. ഫീസപ്പോൾ നമുക്ക് തന്നെ നേരെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. 0.80 മൈൽസേ ഉള്ളൂ ഇവിടുന്ന്. എന്തായാലും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല സിമ്മിൻ്റെയൊക്കെ കൊടുക്കാം. ഗൈസ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയാം. ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് അടിച്ചാലോ ഗൈസ്? ഇത് കമൻറ്റിൽ ഇറക്കി. നമുക്കതായാലും ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഓഫ് റോഡ് ചുമ്മാ ഒന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് നോക്കാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ നമുക്കൊരു ട്രിപ്പ് തന്നെ അറേഞ്ച് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ എന്തായാലും പറയട്ടെ ഗൈസ് കമൻറ്റിൽ. ഓക്കെ ഗൈസ് നമ്മൾ എന്തായാലും എൻ്റെ പൊന്നെ ആകെ മൊത്തം നാശനഷ്ടമാണ്. വണ്ടി ശരിയാക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ പൊന്നെ മൊത്തത്തിൽ നാശനഷ്ടമാണ് ഈ അടുത്തവൻ്റെ വണ്ടി. എൻ്റെ പൊന്നെ ഇത് ടാസ്ക് തന്നെ ടാസ്ക്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഹാൻഡിലിങ് ഷോകാന്ന് തോന്നിട്ടാ. പക്ഷേ വേറെ സ്പീഡും കാലൊക്കെ അത്യാവശ്യം ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ് നമ്മൾ കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട്. വണ്ടി നേരെ ഒന്ന് റിപ്പയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളത് നൈസായിട്ട് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്താൽ മാത്രം മതി. വേറെ നമുക്ക് ചെയ്യാമല്ല. എൻജിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യണോ? വേണ്ടത് പിന്നെ ചെയ്യാം. കളറൊക്കെ ഇത് മതി. ടർബോ ഒന്ന് കയറിയിട്ടേക്കാം. ഓക്കെ ടർബോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. ഏതാ ലുക്ക് വണ്ടിയുടെ ഒന്നും പറയില്ല. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ വണ്ടി സെറ്റായതുകൊണ്ട് ഈ താർ റോക്സ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നോക്കി നോക്കാം.
ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ താർ റോക്സിൻ്റെ ഫ്രണ്ടിൽ മഹേന്ദ്ര എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. ആ ലൈറ്റ്സൊക്കെ നോക്കും അതേപോലെ തന്നെ നമ്മൾ പുതിയ താറ് തന്നെ കേട്ടോ, ഒരു വ്യത്യാസമില്ല. 4x4 വെർഷനാണ്. ഉണ്ടാ ഏതാ ഇവിടെ റോക്സിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. താർ റോക്സ് എന്തായാലും ഒരു രക്ഷയില്ല വണ്ടി. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കാട്ടെ ഗൈസ്. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക, മറക്കരുത് ഒരു കേസ്. നമുക്ക് തന്നെ നേരെ ഒരു വണ്ടി കൊണ്ട് സിമിയോനും കൊണ്ട് കൊടുക്കാം. സിമിയോൻ്റെ റിയാക്ഷനും കാര്യമൊക്കെ നമുക്ക് എന്തായാലും കണ്ട് നോക്കാട്ടെ ഗൈസ് അവിടെ കൊണ്ട് വന്നിട്ട്. ഗൈസ് അപ്പോഴത്തേക്ക് നമ്മുടെ സിമിയോൻ്റെ അടുത്തേക്ക് അങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട്. വന്നില്ല സിമിയോൻ അവിടെ തന്നെ നിൽപ്പാണ്ടോ, നമുക്ക് നല്ല നൈസായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. എൻ്റെ മോനെ സിമിയോൻ എന്തേ വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും സിമിയോൻ എന്തേ ഷോക്കായിട്ടുണ്ട്. പിന്നെ നല്ല വണ്ടി നീ തിരിച്ചെടുത്ത് കൊണ്ടുവന്ന നല്ല ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനെ സാധനം നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്കുള്ളൊരു വണ്ടി കാലൊക്കെ തന്നെയാണ് ഈ ഒരു താർ റോക്സ്. ഗൈസ് ഇപ്പോൾ നമ്മളെന്തായാലും സിമിയോന് ചോദിച്ചിട്ടുണ്ട് ചെറിയൊരു ഓഫ് റോഡും കാലൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ കാര്യം അതായത് സിമിയോനോട് ചോദിച്ചു ഒരു ദിവസം ഓഫ് റോഡ് ട്രിപ്പിന് കാര്യമൊക്കെ വണ്ടി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കാരണം ഇത് സിമിയോൻ്റെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് പറയുകയാണെങ്കിൽ എന്തായാലും നീ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓഫ് റോഡ് ട്രിപ്പ് അടിക്കണോ, നമുക്ക് ഒരു സെറ്റ് ട്രിപ്പ് തന്നെ അടിക്കാം. ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ചെറിയൊരു ഓഫ് റോഡും കാര്യമൊക്കെ ചെയ്യാനുള്ള പരിപാടി ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഗൈസ് ഇപ്പോൾ ചെയ്യാൻ നമ്മുടെ ഓഫ് റോഡ് അടിക്കാനുള്ള സ്ഥലം ഒരു ചെറിയൊരു സ്ഥലം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഒരു മണ്ണ് ഏരിയ ആണ്. ഒക്കെ എന്തായാലും എന്താ പറയുക ഓഫ് റോഡ് അടിക്കാൻ ഇത്ര സീനില്ല കേട്ടോ. മണ്ണുള്ള കണ്ടീഷനിൽ വണ്ടി സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നല്ല ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ സൺറൂഫും കാര്യമൊക്കെ തുറക്കട്ടാ ഈ മുകളിൽ. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, അത് കണ്ട നമ്മളിപ്പോൾ അടക്കണമെന്ന് കണ്ട സൺറൂഫ് അടഞ്ഞ്. പിന്നല്ല സൺറൂഫ് വരെ തുറക്കും. അമ്മാര് സീൻ വണ്ടിയ കഴിച്ചപ്പോൾ നമ്മളെന്തേ കത്തിച്ച് തന്നെ വിടുന്നു. ഇവിടെ ഫുള്ള് കാടായോ എൻ്റെ മോനെ. പണ്ടൊക്കെ വന്നപ്പോൾ ഇത്ര സീനുണ്ടായില്ല, പക്ഷെ ഇവിടെ ഫുള്ള് നൈസ് കാടായിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് ട്രാക്കിലൊക്കെ ഈ വണ്ടി സ്മൂത്തായിട്ട് പൊക്കോളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു താർ റോക്സ് ഒരു രക്ഷയില്ലാണ്ട് പൊക്കോളും. സാധനം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഫ് റോഡ് ജീപ്പല്ലേ ഏതാ ഐറ്റം. അപ്പോൾ ഇതാണ് സാധാരണ ഒരു കോപ്പി താറിൻ്റെ ഒരു കോപ്പിയും ഇതാണ് ഒറിജിനൽ താർ റോക്സും. വ്യത്യാസം കണ്ട സാധനം കിട്ടുന്ന സാധനം. കേസപ്പോൾ എന്തായാലും ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കണ്ട ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഈ വണ്ടിക്ക് ഒന്നും തോന്നുന്നില്ല. അതായത് വളരെ സ്മൂത്തായിട്ടാണ് ഈ ഒരു വണ്ടി പോകുന്നത്. അത്ര പാടുള്ളൊരു വഴിയൊന്നായിട്ട് ഈ ഒരു വണ്ടിക്ക് തോന്നുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ. വണ്ടി ചില്ലായിട്ടാണ് സാധനം എടുത്തിട്ട് പോണേ. എന്തായാലും കണ്ട ഒരു കുഴപ്പമില്ലാണ്ടൊക്കെയാണ് ഈ വണ്ടി എടുത്തിട്ട് പോണേ. അമ്മാരി സംഭവമാണ്. എന്തായാലും കൊള്ളയൊരു വണ്ടി എൻ്റെ മോനെ. എന്തായാലും ഏകദേശം ഇപ്പോൾ തന്നെ ഈ ഒരു സ്ഥലവും കാലമൊക്കെ കഴിയും. ഓൾമോസ്റ്റ് നമ്മളങ്ങനെ സ്പോട്ടിലെത്തറേണ്ടി കണ്ട. കയറ്റായാലും ഇറക്കായാലും ഈ വണ്ടിക്ക് പൊട്ട് പോലെയാണ്, പൊട്ട് പോലെ ഭയങ്കര സ്മൂത്തായിട്ടാണ് എടുത്തിട്ട് പോണേ. മോനെ ഇപ്പം ചത്തേനെ. സ്പീഡ് കൂടിയതിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ട്. എന്തായാലും കൈസ് നമ്മളങ്ങനെ സ്പോട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അറ്റത്ത് നമ്മൾ ചുമ്മാ ഒരു ട്രാക്കിന് വേണ്ടി കൊണ്ടുവന്നാണ്. ഈ ഒരു വണ്ടി ഒന്ന് കഴിവേണ്ടി വരും, മിക്കവാറും ഫുള്ള് ഇപ്പോൾ തന്നെ ചെടിയാവും. എന്തായാലും നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് അടിക്കുന്ന ദിവസം നമുക്ക് അതിൽ ഒരു ദിവസം ഫുള്ളി ഒരു വണ്ടി വേണ്ടി വരും കേട്ടോ കൈസ്. ഒക്കെ അപ്പോൾ അതുപോലെ എൻ്റെ മോനെ ചെറിയ ഇടിച്ചുണ്ട്. കുഴപ്പമില്ല, നമുക്കൊന്ന് റെഡിയാക്കാം. പോണ വഴിക്ക് വീണ്ടും ഒന്ന് റെഡിയാക്കേണ്ട അവസ്ഥ വരും കേട്ടോ കൈസ്. കാരണം ഈ വണ്ടിക്ക് സ്പീഡ് വളരെയധികം കൂടുതലായതുകൊണ്ട് ചെറിയൊരു ഹാൻഡിലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഒരു ഓഫ് റോഡ് വണ്ടിയെ സംബന്ധിച്ച് ഈ സ്പീഡൊക്കെ സെറ്റാണ്. ഓക്കെ കൈസ് പോകുന്നത് ഏകദേശം നമ്മൾ അറ്റത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നല്ല നമുക്കതിൽ പാലത്തുമ്പോൾ അങ്ങ് വട്ടങ്ങ് പാർക്ക് ചെയ്യാം കൈസ്. നമ്മൾ സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നല്ല ഇപ്പം തന്നെ ആൾക്കാർ തെറിയും. എന്തായാലും കൈസ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ നിൽക്കുക. പൈസനടുത്തൊരു കിടിലൻ വീഡിയോ വാങ്ങുന്ന ആൾക്കും ഗുഡ് ബൈ.